ഇങ്ങനൊരു കടലക്കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറാൻ വയ്ക്കുകയാണ്. ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന വെള്ളക്കടലയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടല, ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വെന്തു. ഇപ്പോൾ നമ്മൾ വഴട്ടി എടുത്തു വെച്ചിരുന്നത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കടലക്കറി ഏതാണ്ട് 1/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടുകയാണ്. ഗരം മസാല ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് മല്ലിയില ഞാൻ ഇടുകയാണ്. മേത്തി ലീഫ് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പത്തിന് സൂപ്പറാണ്. താങ്ക് യു.